ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. LPG പാചകവാതക കണക്ഷൻ ഉള്ളവർക്കായി കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും നിർബന്ധമാക്കിയിട്ടുള്ള EKYC പൂർത്തിയാക്കുവാനുള്ള അവസാന തീയതി കഴിഞ്ഞെങ്കിലും ഇതുവരെ EKYC ചെയ്യാത്തവർക്ക് ഇപ്പോഴും അത് പൂർത്തിയാക്കുവാനുള്ള അവസരമുണ്ട്. രാജ്യത്ത് ഏകദേശം 30% ആളുകൾ അനധികൃതമായി ഗാർഹിക പാചകവാതകം കൈവശം വച്ചിട്ടുണ്ടെന്നാണ് എണ്ണ കമ്പനികളുടെ കണക്കുകൂട്ടൽ. ഇത്തരം വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് KYC നിർബന്ധമാക്കിയത്. വരുന്ന സെപ്റ്റംബർ മാസം മുതൽ KYC ചെയ്യാത്തവരെ മുഴുവൻ അനധികൃത പട്ടികയിൽ ഉൾപ്പെടുത്തി കണക്ഷൻ റദ്ദാക്കുവാനും ഗ്യാസ് വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുത്തുവാനുമുള്ള നടപടികൾ ആരംഭിക്കും. അതിനാൽ ഗ്യാസ് വിതരണം മുടങ്ങാതിരിക്കാൻ ഉപയോക്താക്കൾ എത്രയും വേഗം KYC നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ സിലിണ്ടർ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. നിങ്ങളുടെ ഗ്യാസ് ഏജൻസി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരപ്രദേശമാണെങ്കിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒരു സിലിണ്ടർ എടുത്ത് 25 ദിവസങ്ങൾക്ക് ശേഷമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഏജൻസി ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ അടുത്ത സിലിണ്ടർ 40 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കാരണം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $100 എത്തുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില ഉയർന്ന സാഹചര്യത്തിൽ വരുന്ന സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് വീണ്ടും വില വർദ്ധിക്കാനാണ് സാധ്യത. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.